ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. നിലമ്പൂരിലേക്കാണ് പോകുന്നത്. ബ്രദറും ഫാമിലി ഉണ്ട്. അവരിപ്പം ഗൾഫിലെത്തി. അവർ പോകുന്നതിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണിത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നല്ല സന്തോഷത്തിലാണ്. ലാസ്റ്റ് വീക്കായിട്ട് നല്ല സപ്പോർട്ടാണ് നിങ്ങളുടെ നിന്ന് കിട്ടുന്നത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടി. തുടക്കക്കാരി എന്നുള്ള നിലയിൽ ഐ എം സോ ഹാപ്പി. എനിക്കറിയാം കുറേ പോരായ്മകളെല്ലാം എൻ്റെ വീഡിയോയിലുണ്ടെന്ന്. ഇനിയും വരുന്ന വീഡിയോസിലെല്ലാം ഞാൻ മാറ്റം വരുത്തുന്നുണ്ട്. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. കുറേ ദിവസമായിട്ട് തണുപ്പായിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നിലമ്പൂരെത്തി. മലപ്പുറത്ത് നിലമ്പൂരിലേക്ക് ഒരു 26 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കനോളീസ് റൂട്ടിലാണ്. നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കനോളി എന്ന് പറഞ്ഞ കളക്ടറുടെ നേതൃത്വത്തിലാണ് ഈ മാൻമെയ്ഡ് ടീക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തിൽ തന്നെ ആദ്യത്തെ മാൻമെയ്ഡ് ടീക്ക് ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കനോളി എന്ന് പേര് വന്നിട്ടുള്ളത്. കനോളീസ് പ്ലോട്ട് എന്ന് പേര് വന്നിട്ടുള്ളത് അയാളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ്. മുന്നേ നിന്ന് വരുമ്പോൾ ഇവിടെ അത്ര ആളുകളൊന്നും ഇല്ലായിരുന്നു. ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെ. നിലമ്പൂരിലെത്തിയ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. തേക്ക് മ്യൂസിയം, കനോളീസ് പ്ലോട്ട്, ആടിയൻപാറ, കക്കാടംപൊയിൽ. ഒരു ദിവസം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് നിലമ്പൂരിൽ. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബ്രിഡ്ജാണ്, ഹാങ്ങിങ് ബ്രിഡ്ജ്. പല സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഫീൽഡ് ട്രിപ്പിനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. ഈ താഴെ കാണുന്ന പുഴ ചാലിയാർ പുഴയാണ്. ഈ കനോളി സ്പോട്ടിൽ തന്നെ ഒരു പുഴയും കൂടി ഉണ്ട്, കുറിഞ്ഞിപ്പുഴ. ഇത് പാലത്തുനിന്ന് കാണുന്ന വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട്. സൂപ്പർ വ്യൂ ആണ്. ഇത് ഉണ്ടാക്കിയ കാലത്ത് 15ഓളം ഏക്കറിലാണ് ഈ തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അവിടുന്ന് 2ാം ലോക മഹായുദ്ധം നടന്നതിന് ശേഷമാണ് അതിൽ 9 ഏക്കറോളം വേറെന്തോ ആവശ്യത്തിനായിട്ട് നൽകിയത്. പിന്നെ ഇപ്പോൾ അത് ഒരു 5.7 ഏക്കറാണുള്ളത്. നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. യാതൊരു ബഹളങ്ങളും ഇല്ലാതെ ഒരുപാട് സമയം ഇരിക്കാൻ വേണ്ടി വരണം. ഞങ്ങളൊരു 2-3 സ്ഥലങ്ങൾ പോകാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറേ സമയമൊന്നും ഇരിക്കാത്തതുകൊണ്ട് എല്ലാവരും ജഗപുകയായി. സ്റ്റിൽ നിങ്ങളെല്ലാവരും പോകുന്നതാണെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ട് വേണ്ടി മാത്രം വരാം. ഇത് ചീനി മരമാണ്, വലിയ മരമാണ്.
കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയുന്നില്ല. അത്രയും വർഷം പഴക്കമുള്ള മരങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെ ചെറിയ ചെറിയ കുറേ ഹട്ടുകളുണ്ട് വരുന്നവർക്കെല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കിളികളുടെ സൗണ്ടും ശരിക്കും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇത് ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ താഴത്തുള്ള വ്യൂ ആണ്. നമ്മൾ അവിടെ നിന്ന് പോന്നു. ഏകദേശം 12:30 സമയമായി. ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. എന്നും കഴിക്കുന്ന പോലെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ആവണ്ട വിചാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണമെന്ന് വിചാരിച്ചിട്ട് ചെമ്മല ഫിഷ് ഫാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു കൊടുത്ത ഫിഷെല്ലാം നമുക്ക് അപ്പോഴേ ഫ്രഷ് ആയിട്ട് അവർ ചുട്ട് തരും. അപ്പോൾ ഫുഡ് കഴിക്കാൻ അവിടെ പോവാന്നാണ് വിചാരിച്ചത്. മീനാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഫുഡ് റെഡിയാവും. മുയലിറച്ചിയും താറാവെല്ലാം ഉണ്ട് അവിടുത്തെ സ്പെഷ്യലുകൾ. അതെല്ലാം കിട്ടണമെങ്കിൽ നമ്മളൊരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നമ്മൾ ആ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ചെമ്മല ഫിഷ് ഫാം. കുറച്ചൊരു 10 മിനിറ്റ് ട്രാവലേ ഉള്ളൂ ഈ കനോളി സ്പോട്ടിൽ നിന്ന്. ഇത് 15 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അക്വേറിയത്തിൽ വളർത്തുന്ന ഫിഷെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. ഫുഡ് ഓർഡർ ചെയ്യാനുള്ള സമയമായി. നമ്മൾ മീനാണ് ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ആണിത്. ഞങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഓർഡർ ചെയ്തു. ഒരു അരമണിക്കൂർ സമയം എടുക്കും. ആ സമയം കൊണ്ട് ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം നമുക്ക്. ഈ ബോട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കൽ. ഞങ്ങളിവിടെ പോയൊരു നല്ലൊരു ദിവസമാണ്. തീരെ വെയിലില്ലായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല വെയിലുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ നല്ല വെയിലാവും. ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. ഫുഡ് റെഡി ആവുന്നത് വരെ ബോട്ട് യാത്രക്കുള്ള സൗകര്യമുണ്ട്. പെഡൽ ബോട്ടും റോ ബോട്ടും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതിൽ നല്ല ചീപ്പായിട്ടാണുള്ളത്. ഒരു 50 റുപ്പീസാണ് ഒരു ബോട്ടിന് നമ്മൾ കൊടുത്തത്. ഹാഫ് ആൻ അവർ നമുക്ക് ഉപയോഗിക്കാം. ഒരു വലിയ ഏരിയ ഒന്നുമല്ല, ഒരു സ്മോൾ ഏരിയ ആണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സൂപ്പർ വ്യൂ ആണ്. പെഡൽ ബോട്ട് ആയതുകൊണ്ട് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവർക്കും മടുത്ത് തുടങ്ങും. കുറച്ച് സമയം കുട്ടികൾ ഇവിടെ ഊഞ്ഞാലും ചെറിയൊരു പാർക്കുണ്ട്. ജസ്റ്റ് ഒരു സ്ലൈഡും ഊഞ്ഞാലും മാത്രമല്ല. ഏകദേശം ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളോട് അവിടെ കയറി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നന്നായി വിശന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മുയലിറച്ചിയും താറാവെല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരുപാട് സമയം ഇരിക്കേണ്ടി വരുന്നു വിചാരിച്ചിട്ടാണ് മീൻ തന്നെ ഓർഡർ ചെയ്തത്.
സൂപ്പർ ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരാദ്യമേ പറയുന്നുണ്ട് ഗ്യാരണ്ടിയാണ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മതി എന്നൊക്കെ അവരാദ്യമേ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തത് ചപ്പാത്തി കപ്പയെല്ലാമാണ്. ചോറില്ല, അവിടെ ചോറുണ്ടാവില്ല. ചപ്പാത്തിയും കപ്പയും ബ്രെഡൊക്കെയാണ് കൂടെ ഉള്ളത്. അവിടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇനി ആഢ്യംപാറയിലേക്കാണ് പോകുന്നത്. അതൊരു വാട്ടർഫോൾസ് ആണ്. ഈ പ്ലേസിൽ എത്തണമെങ്കിൽ നിലമ്പൂരിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ഉണ്ട്. കുറുമ്പങ്കോട് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ് ഇതുള്ളത്. നമ്മൾ ആഢ്യംപാറ വാട്ടർഫോൾസിലെത്തി. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എൻട്രൻസ് ഫീ ഉണ്ട്. നിലമ്പൂരുള്ള എല്ലാ പ്രത്യേകത, എവിടെ പോയാലും എൻട്രൻസ് ഫീ ഉണ്ട്, പക്ഷേ വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെള്ളമുള്ള സമയത്ത് വരണം. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. മഴക്കാലം കഴിഞ്ഞ ഉടനെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോഴേ ശരിക്കും ഈ വാട്ടർഫോൾസിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അത്ര സീസൺ അല്ല. ഇതാ ഇങ്ങനെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ഇതിൻ്റെ വ്യൂ ഉള്ളത്. എന്തായാലും കുട്ടികളെല്ലാം നന്നായി എൻജോയ് ചെയ്തു. അവർക്ക് ഇവിടുന്ന് തിരിച്ചു പോകണ്ടെന്നുള്ളതായിരുന്നു. ഞങ്ങൾ ഇത് കഴിഞ്ഞ് കക്കാടംപൊയിലും കൂടി പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ തന്നെ ഒരു 5 o'clock എല്ലാം ആയി. പിന്നെ അവിടെ പോയില്ല. നേരെ വീട്ടിൽ പോകാൻ തന്നെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിലും എല്ലാം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.